ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. ആവർത്തന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്ന് നിനക്ക് യാതൊന്നിനും മുട്ടുവന്നില്ല. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തെ ദൈവം കനാൻ ദേശത്തിൽ എത്തിക്കുന്നതിന് ശേഷമുള്ള അവരെ ചില ഓർമ്മപ്പെടുത്തലുകളാണ് ആവർത്തന പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന് ആവർത്തന പുസ്തകമെന്ന് പേർ പറഞ്ഞത്, അല്ലേ? പുറപ്പാട്, ലേവ്യ, സംഖ്യ ഈ പുസ്തകങ്ങളിൽ പറഞ്ഞ അതേ കാര്യങ്ങളിൽ ഒന്നുകൂടെ ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുകയും അവിടെ ഹൃദയത്തിലേക്ക് ആ വിഷയങ്ങളെ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രത്യേകത ഈ പുസ്തകത്തിനകത്ത് ഉണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് വന്ന് ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്ന് നിനക്ക് യാതൊന്നിനും മുട്ടുവന്നില്ല. സ്തോത്രം. 2 ഭാഗങ്ങൾ ആ വാക്യങ്ങൾക്കകത്ത് നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ഈ മരുഭൂമിയിൽ അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ആര്? നമ്മുടെ ദൈവം അത് അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവം ഇതിലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികളും പലപ്പോഴും നമ്മുടെ ജീവിത മേഖലകൾക്കകത്തുകൂടെ പല മേഖലകളിൽ നിന്ന് പല തലങ്ങളിൽ നിന്ന് കടന്നു വരാം. അകത്തു നിന്നോ പുറത്തു നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഭർത്താവോ ഭാര്യയോ മക്കളിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ചാർച്ചക്കാരിൽ നിന്നോ സഹവിശ്വാസികളിൽ നിന്നോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്ന് നമ്മളെ അറിയാൻ കഴിയാത്ത പലരും ഉണ്ട്, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾക്ക് ചിന്തിക്കും, നമ്മളോട് കൂടെ വർഷങ്ങളോളം പാർക്കുന്നവർ, ഇല്ലെങ്കിൽ നമ്മളോട് കൂടെ വർഷങ്ങളോളം ഇടപെടുന്നവർ, സ്തോത്രം, അല്ല, ഒരു സുഹൃത്തിനെ പോലെ, അല്ലെങ്കിൽ ഒരു ഭാര്യയായി, ഇല്ലെങ്കിൽ ഭർത്താവായി, മക്കളായിട്ടൊക്കെ നമ്മളെ അറിയുന്ന പലരുമുണ്ട്, അല്ലേ? സ്തോത്രം. എന്നാൽ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവർക്ക് നമ്മെ ആഴമായിട്ട് അറിയാൻ കഴിയത്തില്ല. നമ്മുടെ മനസ്സെന്തെന്നോ നമ്മുടെ ചിന്താഗതി എന്തെന്നോ, നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിനൊരു വിഷയം നമ്മൾ പറയുകയാണെന്ന് ചിന്തിക്കുക. സ്തോത്രം. ആ വിഷയം എന്താണ് പറയുന്നതെന്ന് നമുക്കറിയാം, എന്താണ് അതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ അത് കേൾക്കുന്നവർക്ക് അതേ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. സ്തോത്രം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ മഹാമരുഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നത് ആരറിയുന്നുണ്ട്? നമ്മുടെ ദൈവം അത് അറിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ കഷ്ടതയുടെ ഏറ്റവും കൊടുമുടിയിൽ നിന്നാലും പ്രതിസന്ധികളുടെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്നാലും നിന്നെ അറിയുന്ന ഒരുവനുണ്ട്. നീ സഞ്ചരിക്കുന്നത് മരുഭൂമിയിലാണ്. നീ കടന്നു പോകുന്ന പാത ദുർഘടമുള്ളതാണ്. നീ സ്തോത്രമായിരിക്കുന്ന മേഖലകൾ, അല്ല, സ്തോത്രമേ, ചെറിയ വിഷയമല്ല, വലിയ തലത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത് എന്ന് ആരും അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരുവൻ ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അല്ല, സ്തോത്രം. നമ്മളെ സ്നേഹിക്കുന്നവരോ നമ്മളെ സ്നേഹിക്കുന്നവരോ ഒരുപക്ഷെ നമ്മളെ അറിയണമെന്നില്ല. എന്നാൽ നമ്മെ അറിയുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുതേ. അതാണ് ഈ വാക്യത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നത്. അത് 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, സ്തോത്രം, ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്ന് നിനക്ക് യാതൊന്നിനും മുട്ടുവന്നില്ല. 1-ാമത്തെ ചിന്ത പറഞ്ഞു, നിങ്ങളെ ദൈവം അറിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 2-ാമത്തെ ചിന്ത, ഈ 40 വർഷക്കാലം നിങ്ങളോട് കൂടെ അവൻ ഇരുന്ന്. ശ്രദ്ധിക്കണമേ, അല്ല, സ്തോത്രം, എത്ര വർഷം എന്നുള്ളതല്ല, പകരം ഈ വർഷങ്ങളോളം, ഈ 40 വർഷം എന്ന കാലയളവിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയപ്പോൾ ഒരു നാൾ പോലും അവരെ വിട്ട് പിരിയാതെ, അവരെ വിട്ട് മാറാതെ, സ്തോത്രം, അവരോട് കൂടെ ഇരുന്നൊരു കർത്താവ്. എന്തിനാ കൂടെ ഇരുന്നത്? അവർക്കൊന്നിനും മുട്ടുവരാൻ പാടില്ല. സ്തോത്രം. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ മുട്ടുവരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് നമ്മുടെ അടുക്കലുണ്ട്, അല്ല, സ്തോത്രം. അതുകൊണ്ട് നമ്മളെ സഹായിപ്പാൻ, നമ്മെ അറിയാൻ, നമ്മെ നടത്താൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയുക. സ്തോത്രം. തിരിച്ചറിയുക, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ ദൈവത്തെ മുറുകെ പിടിക്കുക, ഈ ദൈവത്തെ സ്നേഹിതനാക്കുക, ഈ ദൈവത്തെ ദൈവമാക്കി വയ്ക്കുക. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ
നല്ല പിതാവ്, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. ഞങ്ങളെ അറിയുന്ന, നമ്മെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ മഹത്വവും കരുണയും കൃപയും കരുതലും മഹത്വവും ദൈവപ്രവൃത്തികളും കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമേ അവിടുന്ന് കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചാണ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാനിടവരും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.